ബിഷപ്പ് റൂബൻ മാർക്ക് പുതിയ CSI മോഡറേറ്റർ. ആന്ധ്ര കരീംനഗർ ബിഷപ്പാണ് റൂബൻ മാർക്ക്. വെല്ലൂർ ബിഷപ്പ് ശർമ്മ നിത്യാനന്ദം പരാജയപ്പെട്ടു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഹീസ്, വലിയ പോരാട്ടം, വലിയ മത്സരത്തിന്റെ സാഹചര്യമായിരുന്നു എന്ന് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ, അല്ലേ? വലിയ മത്സരത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഔദ്യോഗിക പക്ഷവും എതിർപക്ഷവും സ്ഥാനാർത്ഥികളെ നിർത്തി അല്ലെങ്കിൽ പ്രതിനിധികളെ നിർത്തിക്കൊണ്ട് വലിയ വാഗ്വാദങ്ങളൊക്കെ നടത്തി. ഒപ്പം തന്നെ അഴിമതി മുക്തമാക്കും എന്ന ഒരു പ്രഖ്യാപനത്തോടുകൂടി എതിർപക്ഷം നിൽക്കുന്നു. ഔദ്യോഗിക പക്ഷത്തു നിന്നും ഈ ഒരു ഇത് തുടരാൻ വേണ്ടി, തങ്ങളുടെ ഒരു ഭരണം തുടരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മേധാവിത്വം തുടരാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്നു. അതിൽ ഇപ്പോൾ 77 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ബിഷപ്പ് റൂബൻ മാർക്ക് പുതിയ മോഡറേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ആകെയുള്ള വോട്ടുകളിൽ 192 വോട്ടുകൾ, 318 പേരാണ് വോട്ട് ചെയ്യാൻ എത്തിയത്. അതിൽ 192 വോട്ടുകൾ ഔദ്യോഗിക പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിഷപ്പ് റൂബൻ മാർക്കിന് ലഭിച്ചു. 115 വോട്ടുകളാണ് എതിർപക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു തിരുത്തൽവാദികൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പക്ഷത്തിലെ വെല്ലൂർ ബിഷപ്പ് ആയിട്ടുള്ള ശർമ്മ നിത്യാനന്ദത്തിന് ലഭിച്ചത്. എന്തായാലും ആന്ധ്ര കരീംനഗർ ബിഷപ്പായിട്ടുള്ള റൂബൻ മാർക്ക് ഇപ്പോൾ CSIയുടെ മോഡറേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും സൗത്ത് കേരള മഹാ ഇടവകയിൽ അവിടെ കൗൺസിൽ രൂപീകരിച്ചിട്ടില്ല. അവിടെ നിന്നൊഴികെയുള്ള മറ്റെല്ലാ മഹാ ഇടവകയിൽ നിന്നുള്ള ബിഷപ്പുമാരും ഇതിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് മുൻ മോഡറേറ്റർ ധർമ്മരാജ് റസാലത്തിന് സ്ഥാനം ഒഴിയേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് V ഭാരതിദാസിന്റെ മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രാവിലെ മുതൽ തന്നെ അംഗങ്ങളെത്തി വോട്ട് രേഖപ്പെടുത്തി. അല്പസമയം മുൻപാണ് ഈ ഒരു ഫലം പുറത്തു വന്നത്. 2024 ഏപ്രിലായിരുന്നു നേരത്തെ CSI സഭാ മോഡറേറ്റർ ആയിരുന്ന ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന് ഈ ഒരു പദവിയിൽ നിന്ന് ഒഴിയേണ്ടി വന്നത്. പിന്നീട് സുപ്രീം കോടതിയൊക്കെയും ഈ ഒരു തീരുമാനത്തിനെ അംഗീകരിച്ചിരുന്നു. അതിന് പിന്നാലെ എന്തായാലും ഔദ്യോഗിക പക്ഷത്തിന് ആശ്വസിക്കാം, അവർ പിന്തുണച്ച ആ വ്യക്തി തന്നെ പുതിയ മോഡറേറ്ററായി വരുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും മറ്റും ഉണ്ടാകും. വിജയകുമാർ. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്.